നോക്കി വെച്ച് അടിച്ചതിന് അതിന്റെ കാര്യമില്ലല്ലോ. നോക്കി വെച്ചാൽ നീ അടിച്ചേ, നീ സൂക്ഷിച്ചോ. മകേഷ് എന്ന് പറയുന്ന നെടുമങ്ങാട് നിയോജകമണ്ഡലം KSUവിലെ നെടുമങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഒരു പ്രകോപനമില്ലാതെയാണ് മർദ്ദിച്ചത്. ഒരു പ്രകോപനമില്ലാതെയാണ് മർദ്ദിച്ചത്. KSUവിന്റെ നിയോജക മണ്ഡലം പ്രശ്നങ്ങളുള്ള ആളാണ്. നേരത്തെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിനും ഇതേപോലെ ആവശ്യമില്ലാത്ത തരത്തിൽ ഈ SI ഇതുപോലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു. KSUവിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റാണ് അഭിജിത്ത്. നിരവധി കേസിൽ ഇതുപോലെ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ഇവിടെ ആളുണ്ട്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പ്രതിഷേധം സംഘർഷത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ആന്റണി രാജു കടന്നു പോയതിനു ശേഷം ഇവിടുത്തെ സംഘർഷം അവസാനിച്ചിട്ടില്ല. ഒരു പ്രവർത്തകന്റെ തലയ്ക്ക് അടിയേറ്റു എന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് തലയ്ക്ക് അടിയേറ്റത് ബോധപൂർവം പോലീസ് ഉദ്യോഗസ്ഥർ അടിച്ചതാണ് എന്നുകൊണ്ട് ആരോപിച്ചുകൊണ്ടാണ് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോയത്. ആന്റണി രാജു പോയതിനു ശേഷം പോലീസിനെതിരെ പ്രവർത്തകർ തിരിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആന്റണി രാജുവിനെ എങ്ങനെയെങ്കിലും കടത്തിവിടാനുള്ള സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരുന്നത്. അത് പൂർണ്ണമായും തടയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്, അത്തരമൊരു അവസ്ഥയിലാണ് പോലീസ് പലപ്പോഴും നടപടികളിലേക്ക് പോകുന്നത്. പ്രവർത്തകരെ വളരെ കഷ്ടപ്പെട്ട് മാറ്റിയതിനു ശേഷമാണ് ഈ ആന്റണി രാജുവിൻ്റെ വാഹനം കടത്തിവിടാൻ പോലീസിനായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ ഈ പറയുന്ന വാഹനം കടന്നു പോകുന്നതിനിടെ വാഹനത്തിൽ നിർത്തി ഇടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സംഘർഷത്തിനിടയിലാണ് ഒരു പ്രവർത്തകന് പരിക്കേറ്റത്. പരിക്കേറ്റത് അത് ബോധപൂർവം മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം. തലയ്ക്ക് അടിച്ചു. എന്തിനാണ് തലയ്ക്ക് അടിക്കുന്നത് എന്നുള്ളതാണ് അവർ ചോദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റോഡ് പ്രവർത്തകൻ താഴെ നിലത്ത് കിടക്കിയത്. നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ ഒന്നുകൂടി പോകാം. യാതൊരു പ്രകോപനവും ഇല്ലാതെ വളരെ മാരകമായി പരിക്കേൽപ്പിക്കുന്നത് നെടുമങ്ങാട്ട് ഒരു നിത്യസംഭവം. നിയമപരമായി കോടതിക്ക് പുറത്തു നിന്നും ആന്റണി രാജുവിനെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി. ഞങ്ങൾ ഒരു പരിധിയിൽ ലംഘിച്ചാൽ ഞങ്ങൾ കോടതിയിലേക്ക് കയറിയില്ല. ഞങ്ങൾ സ്വാഭാവികമായി ആന്റണി രാജു പോകുമ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളടക്കം സംസ്ഥാന ഭാരവാഹികളടക്കം നിയോജകമണ്ഡലം പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റുമാർ എല്ലാവരും ഉണ്ട്. ഞങ്ങളുമുണ്ട്. ഒരു പരിധി വിടാതെ പോയപ്പോൾ അവസാനം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ആന്റണി രാജുവിനെ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി മാധ്യമക്കാരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ ഒളിച്ചു കടത്തിയത് മുഴുവൻ ബഹുജനങ്ങളെ എതിർത്തപ്പോൾ സ്വാഭാവികമായി അങ്ങനെയാണ് സമരത്തെ നേരിടേണ്ടത്. ഇടതുപക്ഷ മുന്നണി DYFI നടത്തിയ സമരങ്ങളെ ഇങ്ങനെ അടിച്ചൊതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ആവർത്തിച്ചാൽ, ഇത് അവസാനമായി ഞാൻ പോലീസുകാരോട് പറയുന്നു, ഇനി ഇത്തരത്തിലുള്ള മർദ്ദനം ആവർത്തിച്ചാൽ നാളെ ഒരു പോലീസുകാരനും നെടുമങ്ങാട്ട് ലാൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിശക്തമായ ഞങ്ങളുടെ തീരുമാനമാണ്.
തടിച്ചു കൂടി നിൽക്കുകയാണ്. അവർ തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ കടന്നു പോകുന്നതിനിടെ ആന്റണി രാജുവിനെ വാഹനത്തിൽ കടത്തി വിടുന്നതിനിടെ ഒരു പോലീസുകാരന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തകനെ ആക്രമിക്കുന്ന സമീപനമുണ്ടായി. പ്രവർത്തകന്റെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത്. സമാധാനപരമായി പ്രതിഷേധിച്ച തങ്ങൾക്കെതിരെ എന്തിനാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമുറ നടത്തിയത് എന്നുള്ളൊരു ആരോപണമാണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവർ ആന്റണി രാജുവിനെ പുറത്തേക്ക് കടത്തിയതെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അത് വന്നതിന് ശേഷം പ്രവർത്തകർ മാർച്ചുമായി നടന്നു പോകുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് പ്രവർത്തകർ വന്നതിന് ശേഷം ആന്റണി രാജുവിന്റെ വാഹനം തടയുന്ന സാഹചര്യമുണ്ടായി. ഒരടി പോലും മുന്നോട്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്രയും പ്രവർത്തകരാണ് ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നതും ചേരുന്നത്. പിന്നീട് വാഹനം മുന്നോട്ട് പോകാൻ പറ്റാത്ത നിന്ന സാഹചര്യത്തിൽ ഈ പ്രവർത്തകർ ഈ വാഹനത്തെ ഇടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും പ്രവർത്തകരെ വകഞ്ഞു മാറ്റിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ആന്റണി രാജുവിനെ കടത്തി വിടാൻ സാധിച്ചത്. ഞാൻ